ശൈലജസ് എന്നറിഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ആളുകൾ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, രക്ഷ പ്രാപിക്കുന്നവർക്ക് ചുരുക്കമാണോ എന്നുള്ളത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമൊന്നും വളരെ ഒരു സൗഹൃദത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഉയർന്നു കേൾക്കുന്ന രീതിയിലുള്ള വളരെ അക്കാദമിക് ആയിട്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല, മറിച്ച് വളരെ ഈ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഏറ്റവും അടുപ്പമുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു അടുപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈശോയോട് ചോദിക്കുന്ന, കർത്താവെ, രക്ഷ പ്രാപിക്കുന്ന ഒരു ചുരുക്കമാണ്. ഈശോ പറയുകയാണ്, അനേകം പേര് വിളിച്ചു, പക്ഷെ സാധിക്കൊന്നുമില്ല. നിങ്ങൾ വന്ന് പുറത്തുനിന്ന് വാതിലിൽ മുട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെ എവിടെ നിന്നാണ് ഞാൻ അറിയുന്നത്. ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയുന്നത്. നമ്മൾ ചില സൂചനകളൊക്കെ കൊടുക്കും. നീ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളോടൊപ്പം ഭക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തെരുവുകളിൽ നീ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ക്ലൂസ് ഒക്കെ കൊടുക്കുമ്പോഴും ഈശോയ്ക്ക് നമ്മളെ പിടുത്തം കിട്ടുന്നു. നമ്മൾ വലിയ കാര്യമായിട്ട് കരുതുന്ന ചില സംഗതികൾ നമ്മൾ ഈശോയ്ക്ക് ഒരു സൂചനകളായിട്ട് കൊടുക്കുമ്പോഴും ഈശോയ്ക്ക് നമ്മളെ പിടികിട്ടുന്നില്ല. ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്ന് നമ്മൾ കരുതുന്നു. എന്നിട്ട് ഒടുവിൽ ചെല്ലുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് അറിയുന്നത്. ഈശോ പറയുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ ആലോചിക്കുകയും നമ്മളൊരു ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തെ അറിയാനും ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്താൽ ദൈവത്തിന് നമ്മെ അറിയാനും സാധിക്കുന്നില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന് നമ്മയും പിടുത്തം കിട്ടും, നമ്മയും അറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളെ ഞാൻ അറിയുകയില്ല എന്നുള്ളൊരു വചനം കേൾക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. ജീവിതത്തിന്റെ അവസാനം നോട്ടം കൂടി പൂർത്തിയാക്കുന്ന സമയത്ത് നീ എനിക്ക് പ്രിയപുത്രനാണ്, നീ എൻ്റെ പ്രിയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ നമ്മളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ കാട്ടി അത് ലക്ഷ്യമാക്കി ഓടാനായിട്ട് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും